ഒരു കസ്റ്റമർ മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ കസ്റ്റമർ മീറ്റിങ്ങിന് അങ്ങോട്ട് പോയി കാണുമെന്ന്. അതെ, അങ്ങോട്ട് പോയി കാണേണ്ടത് ഒരു കസ്റ്റമറെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കസ്റ്റമറെ കുറിച്ച് കസ്റ്റമർ എന്ന് പറയുമ്പോഴേ കസ്റ്റമേഴ്സാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. രാജാവ് എന്നാണ് നമ്മൾ പറയുന്നത്. കസ്റ്റമർ നമ്മുടെ രാജാവ്. അവർ തരുന്നത് കൊണ്ട് നമ്മൾ അവരുടെ പ്രജകൾ. ഇവിടെ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ട് വന്നത് തന്നെ അതാണ്. മുതലാളിമാരും തൊഴിലാളികളും അല്ല, വാങ്ങിക്കുന്ന മനുഷ്യരാണ് ഇവിടെ. നമുക്കെന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അത് വാങ്ങുന്നവരാണ് ഇവിടെ വളർത്തുന്നത്. അപ്പോൾ മുതലാളിമാരുണ്ടായാലേ തൊഴിലാളിമാരുണ്ടാവുള്ളൂ. ജോലി കൊടുക്കാനായിട്ട് ബിസിനസ് ചെയ്യാൻ ഇവിടെ ഒരാൾ തയ്യാറായാൽ മാത്രമേ തൊഴിലാളികളുണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയ ഓട്ടത്തിലാണ്. അപ്പോൾ ഇന്നൊരു കസ്റ്റമറിന് ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ കാണിക്കാം, കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. എല്ലാവരും ഈ വഴിയെ കുറിച്ച് പറയാമോ? ഈ വഴികളിൽ കൂടെ ആദ്യമായിട്ടാണ്. അതെ, ഈ വഴി നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു ഷോർട്ട് കട്ടാണ്. നമ്മൾ പോകേണ്ട കസ്റ്റമറെ കാണേണ്ട സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. പിന്നെ ഇച്ചിരി കാടും മലയും എന്നുദ്ദേശിച്ചാണ് ഇതുവഴി വന്നത് തന്നെ. നല്ലൊരു ദൃശ്യം പകർത്താനും കൂടെ. അതെ അതെ. ഈ വീൽ ചെയർ എടുത്തുകൊണ്ട് വരാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങാറില്ല. വണ്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ടുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇറങ്ങുന്നതും കയറുന്നതും ഞാൻ പറഞ്ഞല്ലോ, വലിയ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ കൂടുതലും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി വരുന്നത്. അപ്പോൾ കാണിക്കുന്ന യാത്രകളിലൊക്കെ വഴികൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ആർക്കെങ്കിലുമൊക്കെ മടുക്കുന്നോ എങ്കിൽ പറയണം. മടുക്കുന്നെങ്കിൽ പറയൂല, കാണാതെ പോയല്ലേ ഉള്ളൂ, കണ്ടന്റ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരു വലിയ സപ്പോർട്ടാണ്. കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും പേര് നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ വലിയ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് നിങ്ങളടുത്ത് നന്ദിയുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പറയാമോ? ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കും അറിയത്തില്ല. ഇത് മഞ്ഞപ്പാറ മേഖലയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനും ഇങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല. മഞ്ഞപ്പാറ, കല്ലറ, മഞ്ഞപ്പാറ ആ ഒരു മേഖലയാണിത്. തിരുമാനൂരിൽ കല്ലറ പോകാനുള്ള ഷോർട്ട് കട്ട്. ഇവിടെയൊക്കെ നല്ല സീനറി ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ കണ്ടിട്ട് ഭയങ്കര സംഭവമൊന്നുമില്ല. അപ്പുറമൊക്കെ കാട് പോലൊക്കെ ഉണ്ട്. അതൊക്കെ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും ഒക്കെ സീനറി തന്നെ. അവരത് അത്ര ഭംഗിയാക്കി എടുക്കും. നമ്മൾ ഇങ്ങനെ നമ്മുടെ അറിവ് പരിമിതമാണല്ലോ. അപ്പുറം ഇപ്പുറം എല്ലാം ഇങ്ങനെ പുക മൂടി കിടക്കുന്നതൊക്കെ തോന്നുന്നു. നമ്മളൊരു ഉച്ച സമയത്താണ് ഇറങ്ങിയത്. മൂന്നാർ പോകുന്ന പോലെ ഉണ്ട് സ്ഥലം. നമ്മളൊക്കെ ഓരോരുത്തർ മൂന്നാർ പോവും, അല്ലെങ്കിൽ വാഗമൺ പോകണം എന്ന് പറയും. ഇവിടെ അങ്ങനെ തന്നെ. പക്ഷെ നമ്മുടെ കാലാവസ്ഥ തണുപ്പല്ല എന്നേ ഉള്ളൂ. ഇവിടെ നല്ല ചൂട് ആണ് നമ്മൾ ഇപ്പം പോകുന്നത്. വഴിയൊക്കെ കൊള്ളാം, കാണാൻ ഒരു വഴി കൊള്ളാം. പക്ഷേ എനിക്ക് ശ്രദ്ധ മാറ്റാൻ പറ്റത്തില്ല വഴിയിൽ നിന്ന്. ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്. നമ്മൾ മറ്റേ പൊന്മുടി കയറി പോണ പോലെ തോന്നുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയിൽ അത്രയും ഈ പട്ടികൾ തന്നെ. വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പട്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ അടിക്കും. എന്നാലും വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മീൻകോണം എന്ന് പറയുന്ന സ്ഥലം. മീൻകോണം, ഈ സ്ഥലം ഇത് നമ്മൾ കണ്ടിട്ട് കൂടി ഇല്ലാത്ത സ്ഥലം, അറിഞ്ഞുകൂടി നമ്മൾ കേട്ടിട്ട് കൂടി ഇല്ലാത്ത സ്ഥലം. കണ്ടിട്ട് കൂടിയില്ല, കേട്ടിട്ട് കൂടിയില്ല, അറിഞ്ഞിട്ട് കൂടിയില്ല സ്ഥലം. അങ്ങനെ എന്തുമാത്രം സ്ഥലങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിക്കാനുള്ളത്, വീഡിയോ കാണുന്നവരോട് പിന്നെ ഇഷ്ടമാവുന്നുണ്ടോ? പാചകം ചെയ്യുന്ന വീഡിയോ ആണോ ഇഷ്ടം? കല്ലുടിക്കൽ കാട്ടുംപുറമാണ്. അതെ, കാട്ടുംപുറമാണ്. ബോർഡ് കാണുമ്പോഴേ നമുക്ക് സ്ഥലം ഏതാന്ന് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. ക്രിസ്റ്റലോ അല്ല അങ്ങനെ എന്തോ ഒരു പേര്, അങ്ങനെ എന്തോ ഒരു പേരിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ചേച്ചിമാരൊക്കെ റോഡിൽ കൂടെ വഴി മാറുന്നില്ല. ചേച്ചിമാരൊക്കെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക്
എന്തൊക്കെയാണ് ഞാനിപ്പോൾ പറയാം. ഇതാണ് കാട്ടുംപുറം. മീൻകോണം മേലെ മൂർത്തിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം കാട്ടുംപുറം. ആരെങ്കിലും കാട്ടുംപുറത്തു നിന്നൊക്കെ വീഡിയോ കാണുന്ന കാട്ടുംപുറത്തുനിന്ന് ഫ്രണ്ടുണ്ട് എനിക്ക്. കാട്ടുംപുറത്ത് ഫ്രണ്ട്സ് ഉണ്ട്. കാട്ടുംപുറമാണ് ചേച്ചി എന്നൊക്കെ പറയുന്നേക്കാം. വീട് കാട്ടുംപുറം. പേര് ഒന്നും ഓർമ്മ വരുന്നില്ല. നന്ദു ബ്യൂട്ടി പാർലർ. നമ്മളിങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ. ഷാൻ ബേക്കറി. എനിക്ക് ബേക്കറികളൊക്കെയാണ് ഇഷ്ടം. ഞാൻ ഇനി റോഡ് കാണിക്കാം. കസ്റ്റമർ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഈ 2018 നമ്മൾ തുടങ്ങിയ സമയം മുതൽ ആദ്യം നമ്മൾ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ കുറച്ച് അച്ചാറുകളൊക്കെ ഉണ്ടാക്കി. അമ്മയും ഞാനും കൂടെ എൻ്റെ വീട്ടിൽ കുറച്ച് അച്ചാറുകളൊക്കെ ഉണ്ടാക്കി. ആരുമില്ല, ഞാനും എൻ്റെ അമ്മയും മാത്രം. കുഞ്ഞമ്മ അപ്പുറത്താണ് നോക്കുന്നത്. അപ്പോൾ അന്ന് കുഞ്ഞമ്മയും വന്നില്ല. ഉണ്ടാക്കിയത് നാരങ്ങ, പിന്നെ വെളുത്തുള്ളി, നെല്ലിക്ക, പിന്നെന്തോ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി. അതങ്ങ് മറന്നുപോയി. 4 അച്ചാറാണ് അന്ന് ഉണ്ടാക്കിയത്. പിറ്റേ ദിവസം ഇഞ്ചിക്കറി ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം പാവയ്ക്ക, അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാക്കി. അങ്ങനെയുള്ള സംഭവമൊക്കെ കുഞ്ഞമ്മ വന്നു. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഞാനും അമ്മയും കൂടെ മാത്രമാണ്. നമ്മളെന്ത് ചെയ്തു, അപ്പം ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അന്ന് ഞാൻ മാലയും വളയൊക്കെ ഉണ്ടാക്കി എൻ്റെ ഉണ്ട്, കൊടുത്ത് മേടിക്കും. അപ്പം എനിക്ക് സാമ്പത്തിക ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം ഇവർ ഈ അച്ചാറുകൾ വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, നാരങ്ങ അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ എക്സ്പെർട്ടൊന്നും അല്ല. നാരങ്ങ അച്ചാറൊക്കെ നല്ല സൂപ്പറാണ്, അന്നും ഇന്നും നല്ല സൂപ്പറാണ്. പക്ഷേ ബാക്കിയുള്ള ചില അച്ചാറുകളൊന്നും ഉണ്ടാക്കിയ പാവയ്ക്കച്ചാറൊക്കെ ആദ്യം ഉണ്ടാക്കിയപ്പം മീൻ അച്ചാറൊക്കെ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായിരുന്നു, പക്കാ ഫ്ലോപ്പായിരുന്നു. വീഡിയോ ഈ കണ്ടിട്ടും പിന്നെ വീണ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുമൊക്കെയാണ് ഞാൻ നോൺ വെജിൽ കൈ വയ്ക്കുന്നത്. നോൺ വെജ് അച്ചാർ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം ആ കൊടുത്ത ആൾക്കാർ വാങ്ങിച്ചാൽ കൊള്ളത്തില്ലാന്ന് തന്നെ പറഞ്ഞു. കൊള്ളത്തില്ലാന്ന് പറയാനേ പറ്റുള്ളൂ, അത്രയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയാണ് നമ്മൾ തുടങ്ങുന്നത്. റോഡ് ഇതായതുകൊണ്ട് കുലുങ്ങും. ഞാനപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാണ് നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്കും ജീവിത മാർഗം അങ്ങ് ആയി. കാരണം ഭയങ്കരമായിട്ട് നമുക്ക് സപ്പോർട്ട് കിട്ടി. അന്ന് കുറവായിരുന്നു, അച്ചാറുണ്ടാക്കുന്ന ആൾക്കാർ കുറവായിരുന്നു. പലരും ദീജയ്ക്ക് നല്ല കച്ചവടം ഉണ്ടല്ലോ എന്നൊക്കെ കണ്ടിട്ടാണ് പലരും. നമ്മൾക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, കളർ പോണെങ്കിൽ അങ്ങോട്ട് പോകണം, കരയിട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോകണം. വഴി തെറ്റി വന്നോലു ഏകാന്തപതിക വഴി തെറ്റി വന്നു പോയി. കല്ലറപ്പോൻ വന്നതാ, അങ്ങനെ പറ്റത്തില്ല. ഓ, അത് ഏത് മെയിൻ റോഡിലാണ് വന്ന് കയറുന്നത്? അത് ഭരതന്നൂരാണ്. എനിക്ക് ഒരിക്കലും വരാൻ പറ്റാതിരുന്നൊരു നാട്. ഞാൻ വരണമെന്ന് ആഗ്രഹിച്ച നാട്. എനിക്ക് നന്ദുവിനെ കാണാൻ വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അന്ന് പറ്റാതിരുന്നത് ഭരതന്നൂരായിരുന്നു. ഭരതന്നൂരാണ് അവൻ്റെ. ഇതാണ് ഭരതന്നൂർ. ആദ്യമായിട്ടാണ് വരുന്നത് ഈ സ്ഥലത്തോട്ടല്ലേ? ഈ സ്ഥലത്തോട്ട് വരേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതെ, പാങ്ങോട് ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ കസ്റ്റമറെ കാണാൻ പോകുന്ന വീഡിയോ ആണ്. കസ്റ്റമറെ കാണുകയും ചെയ്യും. നമ്മുടെ എന്താണ്, അയ്യോ നമ്മുടെ മുത്താനുള്ള ഒരാൾ അങ്ങോട്ട് നടന്നുപോയി. വേണ്ട, പുള്ളിക്കാരൻ തന്നെ അങ്ങനെ അറിഞ്ഞൂടായിരിക്കും. നമ്മളെ മുത്താന ഉള്ള ആള് അല്ല കല്ലറ അവരുടെ പെങ്ങളെ കണ്ട കെട്ടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ നടന്നു പോണ ഞാൻ കണ്ടു. എനിക്ക് വ്യക്തമായിട്ട് ആളിനെ പറഞ്ഞു തരാനെന്ന് പറഞ്ഞാൽ മുത്താനുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കാട്ടേരിയയിൽ കൂടി പോകുന്ന ഒരു ഫീൽ തരുന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. വനമേഖല. ഇവിടെ ഇന്നലെ ഒരാളെ കരടി കടിച്ചു എന്ന് പറഞ്ഞ ആളും കരടി പിടിക്കാമെന്നുള്ള അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നു. ഈ സ്ഥലത്തൂടെയൊക്കെ രാത്രി എങ്ങനെ പോകും മനുഷ്യൻ? ഇവിടെ ഒരു വീട്, ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വീട്, അവിടെയൊക്കെ വീടുണ്ട്. ഇങ്ങോട്ട് വരുമ്പം ജനവാസ മേഖലയായി. അവിടെ കുറച്ച് സ്ഥലം ഭീകരാവസ്ഥയിൽ കിടക്കുന്നു. എന്താ കഥ? പാലോട്, വർക്കല, മൈലമൂട്, ഭരതന്നൂർ, പാങ്ങോട്, കല്ലറ, കാട്ടുംപുറം, പൊരുന്തമൻ, കിളിമാനൂർ, പോങ്ങനാട്, കല്ലമ്പലം, സീര, നാട്ടുംപുറം, നന്മകളാൽ സമൃദ്ധി. ഷേഖ് ഹസീന. അറിയാം. ബംഗ്ലാദേശ്. ഷേഖ് ഹസീന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അല്ല.
ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ. മറ്റേ പാകിസ്ഥാന്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലേ, അല്ലല്ല, അയ്യോ കൊല്ലപ്പെട്ട് അവര് കൊല്ലപ്പെട്ട് അവരെ കൊന്നു കളഞ്ഞ്. ഈ ഭരണം പിടിച്ചെടുത്ത് ഇപ്പോഴത്തെ ഭരണത്തിന് മുന്നേ ഒരു ബേനസീർ ഭൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ഏതോ പുഴ ഇങ്ങനെ നമ്മൾ ഞാൻ ഇങ്ങനെ പോണ വഴിയൊക്കെ നിങ്ങൾ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഈ കുറേ ആകുമ്പോൾ മടുക്കും, അപ്പോൾ അത് നിർത്താം. ഇനി പിന്നെ നമുക്ക് പാലോടാണ് കസ്റ്റമറെ കാണേണ്ടത്. അപ്പോൾ നമ്മൾ എത്താറായി ആളിനെ കാണാൻ. കണ്ടിട്ട് ആളിനെ വീഡിയോ എടുക്കൂല കേട്ടോ, അവർക്ക് അത് ശരിയാവില്ല, അത് നമുക്ക് ശരിയാവില്ല. നമ്മളൊരാളുടെ സ്വകാര്യതയെ കയറി എടുക്കാറില്ല. അപ്പോൾ നല്ല ദൃശ്യങ്ങൾ അപ്പുറം അപ്പുറമൊക്കെ കാണുന്നുണ്ട്. വാഴത്തോട്ടം റബ്ബർ തോട്ടത്തിനിടയിൽ വെച്ചേക്കുന്ന വാഴയാണ്, റബ്ബറാണ് കൃഷി. അതെ മെയിൻ കൃഷി. അതെ. അപ്പം റബ്ബർ വളർന്നു വരുന്നതിനിടയിൽ 2-3 വർഷം വേറെ കൃഷികൾ ചെയ്യാം. അപ്പോൾ നമുക്ക് കസ്റ്റമറെ കാണാം. കണ്ടിട്ട് ഒരു കുറ്റി ചായക്കട, അല്ല ചായക്കടയല്ല, ഈ നാട്ടിലെ ആൾക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കട അല്ല, ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. നമ്മളിവിടെ ഒരു സ്ഥലം കാണിച്ചു തരാം. ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതേ, നമ്മൾ കസ്റ്റമറെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണെന്ന് അറിയാം. എവിടെ നിന്ന് ചോദിച്ചപ്പം ആ കടയിൽ അവർ പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇനി നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒന്ന് പോയി നോക്കാം. ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് നമ്മളുടെ യാത്ര. ബോർഡാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കവാടം കടന്ന് നമ്മളിങ്ങനെ ചെല്ലുകയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയത്തില്ല. ശനിയാഴ്ച ആണോ എന്ന് പോലും അറിയാത്ത ഞാൻ, ഇന്നത്തെ ദിവസം എന്തെന്ന് പോലും എനിക്കറിയില്ല. അപ്പം നമുക്ക് കയറി പോകാമോ? അതാ വണ്ടിയൊക്കെ ഒന്ന് നടക്കുന്നു. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലോട്, തിരുവനന്തപുരം. ഓ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചോദിച്ചിട്ട് വരാം വണ്ടി കയറ്റാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് അവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വീഡിയോ എടുക്കാനും നോക്കത്തില്ല, പെർമിഷൻ ഇല്ല. വീഡിയോ എടുത്തൂടാ, ഫോട്ടോ എടുക്കാനില്ലേ? വീൽ ചെയർ ഇറങ്ങി പോകണം. നമ്മൾ വീൽ ചെയർ എടുത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഞാൻ ഇറങ്ങിയില്ല. കക്കച്ച് പോയി കുറച്ചൊക്കെ കണ്ടു തിരിച്ചു വന്നു. അത് തിരുത്തപ്പെടേണ്ടതാണ്. വീൽ ചെയർ വരുന്ന ഒരാളിനെ അങ്ങനെ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അത് എന്തെങ്കിലും പറ്റുമെന്ന് നോക്കാം. വീൽ ചെയർ ഇല്ലാതെ വരുന്ന ഒരു ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരാളിനെ ഇറങ്ങണ്ടേ, കാണണ്ടേ? അപ്പോൾ അതിനെന്തെങ്കിലും നമുക്ക് പറ്റുമെന്ന് നോക്കാം. മാറ്റങ്ങൾ വരണം, അല്ലാതെ ചുമ്മാ ഇരുന്നാൽ പറ്റില്ലല്ലോ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം, നോക്കാം. ഇവിടെ ഒരുപാട് കുട്ടികൾ കൊണ്ടുവന്നേക്കുന്നു ഇന്ന് സ്കൂളിൽ നിന്നൊക്കെ. ഇവിടെ ഇന്ന് പ്രവൃത്തി ദിവസമല്ല, തിങ്കൾ മുതൽ വെള്ളി വരെയാണ് എന്ന് അവിടെ പറയുന്ന കേട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴി നമുക്ക് എന്തെങ്കിലും ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ പോവും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് അന്നേരം കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചുമുള്ളിക്കാടാണ്. നമ്മൾ പോയത് എവിടാ, നമ്മൾ വന്നത് നമ്മൾ ആ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ നിന്ന് ഇറങ്ങി തീർന്ന ഉടനെ കൊല്ലായിൽ കഴിഞ്ഞ ഉടനെ ചിതറ ഗ്രാമപഞ്ചായത്ത്, കൊല്ലം ജില്ലയിലോട്ട് കയറി. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിലോട്ട് കയറി. ഞാൻ അന്തം വിട്ടുപോയി. നമ്മൾ കുറേ ഓടിയാലല്ലേ നമ്മൾ ചിതറ എത്തുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ഇത് അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് കൊല്ലായിലോട്ട്. കൊല്ലായിൽ കഴിഞ്ഞ ഉടനെ ചിതറ ഗ്രാമപഞ്ചായത്ത് വന്നു. ഇപ്പോൾ കൊച്ചുമുള്ളിക്കാട്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളിതുവരെ ചായ പോലുള്ളതൊന്നും കുടിച്ചിട്ട് കിളിമാനൂരിൻ്റെ അടുത്തെത്തി. അത് കൊണ്ടാ കഴിച്ചു നോക്ക്. പുളിയാ ഇല്ല, മുരിമര ഇരിക്കുന്നതാണാ? ഞാൻ കഴിക്കും. എനിക്ക് കട്ടി ഭാഗം വേണ്ടായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ.
കൊള്ളാമോ? കൊള്ളാം. നല്ല നല്ല ഉള്ളിവട. ഇവിടെ പേര് ഉള്ളിവടയാണ് വയ്ക്കുന്നത് വെച്ചാൽ ഒരു കൊച്ചു കട. നമ്മളങ്ങനെ വാങ്ങിക്കണമല്ലോ. മുരിഞ്ഞതാണ് വേണ്ടത്, മുരിഞ്ഞിരിക്കുന്നത്. കൊള്ളാം, ഉള്ളിവട കൊള്ളാം. കുഴപ്പമില്ല, നല്ലതാണ്. അടുത്തത് ഉഴുന്ന് വട. കാക്കച്ചി പറയുന്നത് നല്ലതാണ്. അപ്പോൾ ഉഴുന്ന് വടയും വാങ്ങി. ആ പൊളി. മോര് മരായിരിക്കുന്നു. ഫാത്തിമ ഹോട്ടൽ. നമ്മൾ തൊളിക്കുഴിയിൽ നിന്ന് അടയമ്മൻ വന്നിറങ്ങുന്ന റോഡ്. കൊള്ളാം, പൊളി. ചായയോ? ആ ഇനിയിപ്പോൾ കുടിക്കാം. എനിക്കൊരു കുറച്ച് മതി, ശകലട്ടെ. അപ്പം മൊരിഞ്ഞ ഉഴുന്നുവട, മൊരിഞ്ഞ ഉള്ളിവട, ഇനി ഗുണ്ട്. അപ്പം ഇത് വാങ്ങിക്കൊണ്ടും പോകും നമ്മൾ. കൊള്ളാം, സൂപ്പർ സൂപ്പർ, പൊളി പൊളി. ഇനി ചായ കുടിക്കട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇത് പാക്ക് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോകും കുറച്ച്. ഉണ്ട്. നമ്മളിതിൽ കൊച്ചു കൊച്ചു ഹോട്ടലുകളിൽ നമ്മൾ കയറും. ഞാൻ പറഞ്ഞു ഇവിടെയെങ്കിലും കാണുമെന്ന്. ഇല്ലേ, നമുക്കിതുപോലെ നല്ല ടേസ്റ്റ് കേട്ടോ. ആ നല്ല മൊരു വരാതിരിക്കുന്നുണ്ട് എല്ലാം. ഞാനൊരു ശക്കലം കഴിക്കാം. ഞാൻ കുണ്ടിൻ്റെ ആളല്ല, എനിക്ക് അത്ര വലിയ പോരാ. മൊഴി വരാതിരിക്കുന്നു, കൊള്ളാം, നല്ലത്. അവിടെ ഇരിക്കട്ടെ. ഒന്ന് തണുപ്പിച്ച് തന്നു, നല്ലപോലെ തണുപ്പിച്ച് തന്നു, വളരെ ഉപകാരം. നമ്മൾ വാങ്ങിട്ട് വന്ന് ഇങ്ങ് പോകും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചായയും കുടിക്കും. ആവശ്യത്തിനുള്ള സാധനം വാങ്ങിയിട്ടുണ്ട്. നമ്മളെ തൊളിക്കുഴിയിൽ നിന്ന് അല്ല അടയമണ്ണ് കിളിമാനൂർ ഇറങ്ങുന്ന ഈ സ്ഥലത്തിന് വയ്യാറ്റിങ്കര പാലം, പാലമണി നടന്നില്ലേ, അതാ സ്ഥലം. പൊളി. ഈ ഉള്ളിവട, ഉഴുന്നുവട ഉണ്ട് ഇല്ലേ, നമ്മൾ കഴിച്ച 3 നമ്മൾ വാങ്ങി. നല്ല തകർപ്പൻ ചായ. ഓക്കെ, അപ്പം ഇത്രയും മതി. ഫാത്തിമ ഹോട്ടൽ. അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ കയറിക്കൊള്ളണം. കിളിമാനൂരിൽ ഒരുപാട് പേര് വീഡിയോ കാണും.